നാളെ ഏപ്രിൽ 10 ബുധനാഴ്ച. മീനഭരണിയാണ് നാളെ. ഭദ്രകാളി പ്രീതി വരുത്തി മുന്നോട്ടു പോകണം ഈ നക്ഷത്രജാതകർ. സകല ദുഃഖവും ദുരിതവും ഒഴിയുന്ന സമയം. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ്. ധാരാളം ധനം വന്നു ചേരാൻ പോവുകയാണ്. ദുഃഖങ്ങൾ ഒഴിയുന്നതിനോടൊപ്പം ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ചില അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ കൂടി വന്നു ചേരും. നാളെ മീനഭരണി. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ ആണ്ടുവിശേഷമാണിത്. ശാർക്കര ക്ഷേത്രത്തിൽ ആറാട്ടം. കൊല്ലങ്കോട്ട് ക്ഷേത്രത്തിലെ തൂക്കവും മീനഭരണിക്കാണ്. ഈ ക്ഷേത്രങ്ങളിലൊന്നും ദർശനം നടത്താൻ നിങ്ങൾക്ക് ഒരുപക്ഷെ കഴിഞ്ഞില്ല എങ്കിൽ പോലും നിങ്ങളുടെ വീടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക. നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. സകല ദുഃഖങ്ങളും അവസാനിക്കും. സകല സങ്കടങ്ങളും അവസാനിക്കും. നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം നിങ്ങൾക്ക് നിറവേറും, ഉറപ്പാണ്. മീനഭരണിയോടനുബന്ധിച്ച് 11 നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നു. ആ 11 നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം. ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം. ജീവിതത്തിലെ പല നേട്ടങ്ങളും വന്നു ചേരുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കാം. ഭദ്രകാളി പ്രീതി നടത്തി മുന്നോട്ടു പോകുന്ന ഏതൊരു നക്ഷത്രജാതകനെയും അമ്മ കൈവിടില്ല. അമ്മയുടെ അനുഗ്രഹം ധാരാളം വന്നു ചേരും. അമ്മയുടെ അനുഗ്രഹത്താൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് അത്തരമൊരു ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തിയിരിക്കുന്നത്. ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നാളെ മീനഭരണിയാണ്. ഒരു പ്രത്യേക പൂജയുണ്ട്. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന ഭാഗ്യശാലിയായ ആ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും അവസാനിച്ച് അശ്വതി നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോകുന്നു. വിവാഹ സംബന്ധമായ കാര്യത്തിൽ തീരുമാനമാകുന്ന സമയം. പ്രതിസന്ധി വരുമ്പോൾ തളരാതെ മുന്നോട്ടു പോവുക. രക്ഷപ്പെടും എന്നുള്ള ഉറപ്പ് നിങ്ങളിൽ ആദ്യം വേണം. ജ്യോതിഷപരമായി ചിന്തിച്ചാൽ അശ്വതി നക്ഷത്രജാതകർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് അശ്വതി നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇവരുടെ സകല ദുഃഖങ്ങളും അവസാനിക്കും. നാളെ മീനഭരണിയാണ്. ഭദ്രകാളി പ്രീതി വരുത്തി മുന്നോട്ടു പോകണം അശ്വതി നക്ഷത്രജാതകർ. ദുഃഖങ്ങളൊക്കെ അവസാനിക്കും. സങ്കടങ്ങൾ ഒക്കെ മാറിക്കിട്ടും. രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് രക്ഷപ്പെടുന്ന നക്ഷത്രം. ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന നക്ഷത്രം. ഇനി കാർത്തിക നക്ഷത്ര ജാതകരുടെ നല്ല നാളുകളാണ്. ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കും കാർത്തിക നക്ഷത്ര ജാതകർ. ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടും കാർത്തിക നക്ഷത്ര ജാതകർക്ക്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഒപ്പം നാളെ ഏപ്രിൽ 10 ബുധനാഴ്ച ഭദ്രകാളി പ്രീതി വരുത്തി മുന്നോട്ടു പോകുക. കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം. കുടുംബക്ഷേത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുക. തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയും. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഒരുപാട് കഷ്ടതകൾ വിശ്വസിച്ചവരൊക്കെയും ചതിച്ചിട്ടുള്ളതായി കാണുവാൻ സാധിക്കും തിരുവാതിര നക്ഷത്ര ജാതകരെ. ഇനി ഇവരുടെ ഉയർച്ചയുടെ സമയമാണ്. സമ്പൽ സമൃദ്ധിയുടെ സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. കൂവളമാല അർപ്പിച്ച് പ്രാർത്ഥിക്കുക. നാളെ മീനഭരണിയാണ്. ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ദുർഗാദേവി ക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുക. തിരുവാതിര നക്ഷത്ര ജാതകർക്കിത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമായിരിക്കും. അടുത്ത നക്ഷത്രം ആയില്യമാണ്.
ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു, സങ്കടങ്ങളൊക്കെ മാറുന്നു, രക്ഷപ്പെടാൻ പോവുകയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾ മറികടക്കും. ധാരാളം ധനം വന്നു ചേരും. വാക്ക് തർക്കങ്ങളിൽ ചെന്ന് പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. പറയുന്ന വാക്കുകൾ തെറ്റിക്കാതിരിക്കുക. ആയില്യം നക്ഷത്ര ജാതകർക്കിത് നല്ല സമയമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നേട്ടമുള്ള സമയത്തിലേക്കാണ് നിങ്ങൾ കടന്നെത്തിയിരിക്കുന്നത്. വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് അത്ര ഇഷ്ടമല്ല. ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനി ഭാഗ്യാനുഭവങ്ങളുടെ ഒരു വലിയ കൂമ്പാരം തന്നെയായിരിക്കും ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുക. രക്ഷപ്പെടും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം അത്തമാണ്. ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു, സങ്കടങ്ങളൊക്കെ മാറുന്നു, രക്ഷപ്പെടാൻ പോകുന്നു. അത്ത നക്ഷത്ര ജാതകർക്കിത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. രക്ഷപ്പെടും, ഉറപ്പ്. ദേവീക്ഷേത്രത്തിൽ, ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. സകല ദുഃഖങ്ങളും അവസാനിക്കും. രക്ഷപ്പെടുക തന്നെ ചെയ്യും, ഉറപ്പായും. അടുത്ത നക്ഷത്രം ചോതിയാണ്. ഭാഗ്യസമയമാണ്. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിക്കും. ധാരാളം ധനം നിങ്ങൾക്ക് വന്നു ചേരും. ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. ചോതി നക്ഷത്ര ജാതകർ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ഭഗവതി ക്ഷേത്രത്തിലെ ദർശനം ഇവരെ അതിസമ്പന്നതയിൽ കൊണ്ടെത്തിക്കും. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. സങ്കടങ്ങൾ ഒക്കെ മാറുന്ന സമയം. ദേവീ പ്രീതിക്കായി നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥന നടത്തുക. രക്ഷപ്പെടും, ഉറപ്പാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അസുലഭമായ പല നല്ല അവസരങ്ങളും വന്നു ചേരും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് നീ ഭാഗ്യമാണ്, ഉയർച്ചയാണ്. എല്ലാ സങ്കടങ്ങളും മാറി ഈ നക്ഷത്രം രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഒന്ന് പോകുന്നത് നന്നായിരിക്കും. ശാർക്കര ഭാഗത്തുള്ളവർ ശാർക്കര ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. കൊല്ലങ്കോട്ട് ക്ഷേത്രത്തിലെ തൂക്കവും കാണുക. മീനഭരണിയാണ് നാളെ. എല്ലാ ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. സമ്പൽ സമൃദ്ധിയിലേക്ക് പോകുന്ന സമയം. ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന സമയം. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടുക തന്നെ ചെയ്യും പൂരാട നക്ഷത്രം. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. സമ്പൽ സമൃദ്ധിയാണ് തിരുവോണ നക്ഷത്ര ജാതകർക്ക്. ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്നു ഈ നക്ഷത്രം. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം. അതിസമ്പന്നതയിൽ എത്തുന്ന സമയം. നാളെ മീനഭരണിയാണ്. ക്ഷേത്രദർശനം നടത്തണം. ഭദ്രകാളി പ്രീതി നടത്തി മുന്നോട്ട് പോകണം. സകല ദുഃഖവും സകല ദുരിതവും ഒഴിയും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം രേവതിയാണ്. ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന സമയം. ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും ഇനി ഇവർക്ക് മാറിക്കിട്ടും. ധാരാളം ധനം സമ്പാദിക്കുവാനുള്ള ഒരു യോഗം ഇവരെ സംബന്ധിച്ച് വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും അവസാനിക്കുന്നതിനോടൊപ്പം ധാരാളം ധനവും ഇവർക്ക് വന്നു ചേരും. ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും നാളെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം, പ്രാർത്ഥന നടത്തണം, മുന്നോട്ട് പോകണം. രക്ഷപ്പെടും, ഉറപ്പാണ്. ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഐശ്വര്യത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന സമയം. ജീവിതം മാറി മറിയും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുക തന്നെ ചെയ്യും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ജാതകം, പൊരുത്തം, വർഷഫലം, ലക്കി നമ്പറുകൾ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. തീർച്ചയായും മറുപടി തരും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.